اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. الله سبحانه وتعالى നമ്മുടെ ഈ സദസ്സ് കബൂൽ ചെയ്യുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. ഇന്നത്തെ സീറനി ചായത്ത് കടി ഞങ്ങളെ ഡ്രൈവർ ഇസ്മായിൽ ഹാജർ അല്ലാഹു സുബ്ഹാനഹു വതആല അയാളുടെ ആവശ്യങ്ങളെ വെട്ടിക്കൊടുക്കുമാറാവട്ടെ. കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആൾമാരെ ഖബർ അല്ലാഹു സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാവട്ടെ. ഗാസയിൽ പ്രയാസപ്പെടുന്ന മുസ്ലിമീങ്ങളെ പ്രത്യേകം ദുആ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങളെ നീക്കിക്കൊടുക്കുമാറാവട്ടെ. സ്വാതന്ത്ര്യം അല്ലാഹു നമുക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളുടെ എല്ലാ ശത്രുക്കളെ അല്ലാഹു പരാജയപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് കിട്ടാത്ത കാലത്തോളം ഒരാൾ സത്യവിശ്വാസിയാവില്ലാണ്ട് ചെന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് നിങ്ങളെ ബാപ്പമാരാട്ടി ഉമ്മമാരാട്ടി ലോകത്ത് നിങ്ങളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് കച്ചവടങ്ങളാവട്ടെ, എ ടു സെഡ് എല്ലാ താട്ടിയാറ പരിശുദ്ധ ഖുർആൻ ചൊല്ലും. അങ്ങനെ എല്ലാ താട്ടിയാറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാത്ത കാലത്തോളം അല്ലാഹുവിന്റെ മുട്ടത്തെ ശിക്ഷ നിങ്ങൾ പ്രതീക്ഷിക്കുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ചൊല്ലും. അപ്പൊ എല്ലാ രാട്ടി ആറ് ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട വന്നില്ലാണ്ടായെങ്കിൽ പടച്ചോന്റെ മുട്ടത്തെ അഴകാവ് പ്രതീക്ഷിക്കണമെന്ന് ഖുർആൻ പരിപാടിയുള്ളൂ. അപ്പൊ ലോകത്ത് ഒരു മുഅ്മിനായ ആളെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവണത് മഹബ്ബത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹബ്ബത്ത് കുറെ അടയാളങ്ങളുണ്ട്. അത് സമയം കിട്ടിയെങ്കിൽ നമുക്ക് എന്നൊക്കെ ചെല്ലാം ഇൻഷാ അല്ലാഹ്. മഹബ്ബത്ത് ഉണ്ടുകൊണ്ട് ചെന്നാൽ മയ്യാവില്ല, ടെസ്റ്റ് ആക്കുമോ? മഹബ്ബത്ത് ഉണ്ടായില്ല ടെസ്റ്റ് ആക്കുമോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ് ചെയ്ത് കേട്ടേണ്ടത്. ഏത് നക്ക് മഹബ്ബത്ത് കൊണ്ടാണ് ഞാൻ ടെസ്റ്റ് ആക്കിയുള്ളൂ. അതിപ്പോ ചൊല്ലുന്നത് നേരെയില്ല, ഞാൻ ഓർമ്മപ്പെടുത്തലേ. മഹബ്ബത്ത് ഉണ്ടാവുകയുള്ള വളരെ പ്രധാനപ്പെട്ട കാരണമാണ് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത്. ഒരു മുഅ്മിനായ ആളെ ഖൽബിൽ മഹബ്ബത്ത് കൂടുതലുള്ള വളരെ പ്രധാനപ്പെട്ട ആയുധമാണ് സ്വലാത്ത്. പരിശുദ്ധ ഖുർആൻ ചൊല്ലുന്നു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. സൂറത്തുൽ അഹ്സാബ് 56-ാമത്തെ ആയത്തിൽ അല്ലാഹു ചൊല്ലുന്നു, അല്ലാഹുവും അവന്റെ മലായികത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. അപ്പൊ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയെന്ന് അല്ലാഹു നബി തങ്ങളെ കൂടിയോടിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ അവന്റെ മലായികത്തിന്റെ ഡ്യൂട്ടിയും അതാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള ആൾമാരെ വിളിച്ചിട്ട് ചൊല്ലും. അല്ലാത്ത ആൾമാർക്ക് സാധ്യത. ഈമാനുള്ള ആൾമാർ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. വസല്ലിമു തസ്ലീമ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാം ചൊല്ലണം. അപ്പൊ അല്ലാഹുവും അവന്റെ മലായികത്തും നിർവഹിക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് സ്വലാത്ത്. അതുകൊണ്ട് ഈമാൻ കൊണ്ടുണ്ടായെങ്കിൽ അതൊരു അടയാളമാണ്. അങ്ങനെ സ്വലാത്ത് ചെന്നോട്ടിക്കിടാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാം ചെന്നോട്ടിക്കിടാറ്. സ്വലാത്ത് സലാമുമായി ബന്ധപ്പെട്ട 100 കണക്കിൽ കിതാബും. ആ കിതാബിൽ ചർച്ചാക്കൾ സ്വലാത്തിനെ പറ്റി മാത്രം. അതുപോലെ സ്വലാത്തിലൂടെ ഉണ്ടായ അത്ഭുതങ്ങൾ, സ്വലാത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ട ആൾമാർ, ഇങ്ങനെ തുടങ്ങി അതിൽ വിശാലമായി ചർച്ചാക്കൾ. അതുപോലെ ഖുർആനിൽ അല്ലാഹു ചെന്നോണ്ടുള്ള ഈമാൻ കൊണ്ടുണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണോ. ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ വിശദീകരിക്കും, അല്ലാഹുവും അവന്റെ മലായികത്തും സ്വലാത്ത് ചൊല്ലാറുണ്ടായെങ്കിൽ ഫഅയ്യു ഹാജത്തിൻ ഇലാ സ്വലാത്തിന, ഞങ്ങളുടെ സ്വലാത്തിലുള്ള ആവശ്യം എന്താണ്? അല്ലാഹുവിനെ സ്വലാത്ത് ചെന്നോണ്ടുള്ള, പിന്നെ ദുർബലന്മാരായ ഞങ്ങളുടെ സ്വലാത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് കിട്ടുകൊണ്ടു? അവിടെ റാസിമാം ചൊല്ലു,
ഞങ്ങളെ സ്വലാത്ത് കൊണ്ടുള്ള ഉദ്ദേശം ലിഇദ്ഹാരി തഅദീമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തോ കിട്ടുവാനായിട്ടല്ല, പിന്നെയോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തഅദീം, ആദരവും മഹത്വത്തെ പ്രകടമാക്കുള്ള ഒരു പണിയാണ് ഞങ്ങൾ എടുത്തുകൊണ്ടുള്ളത്. സ്വലാത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ടല്ല, ആ തങ്ങളെ ആദരിച്ചുകൊണ്ടുള്ളതാണ്. തഅദീമാക്കടെ എൻജോയ് ഖുർആൻ ചോദിച്ചു, നിങ്ങൾ തഅദീമാക്കൂ, നിങ്ങൾ പുകഴ്ത്തിയോട്ടിക്കൂ. സ്വലാത്ത് ചൊല്ലാൻ ചോദിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തല പോത്. അപ്പൊ ഇതും അതിൽ പെട്ടത് സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ പച്ചത്തല്ലേ. ഈ ഖുർആന്റെ ആയത്തിന്റെ പരിധിയിൽ പെട്ട് നമ്മെ കൂടെ പ്രസംഗിക്കുന്നത് കേൾക്കുന്നതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സനാഅാണ്, മദഹാണ്. അപ്പൊ ഒരാൾ സ്വലാത്ത് ചെല്ലലോടുകൂടെ അവൻ എന്താക്കുകയും ചെന്നെങ്കിൽ അള്ളാഹുടെ അഷ്റഫുൽ ഖൽഖായ ഏറ്റവും ഇഷ്ടപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനെ ഇങ്ങനെ പൊതിയോടുള്ള. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെട്ട പണിയാണ്, പടച്ചോൻ ഇഷ്ടപ്പെട്ടെങ്കിലത്തെ പണിയാണ്. അപ്പേ ഈ ആയത്ത് ഏറ്റവും മഹത്വമുള്ള സദസ്സേതെന്ന് കേട്ടെങ്കിൽ അർത്ഥ ഒരു സംശയവുമില്ലാണ്ട് ചെല്ല ഇതാണ്. ഈ ആയത്ത് ഇതിരാട്ടി മഹത്വമുള്ള സദസ്സ് ഒരാൾക്ക് സംഘടിപ്പിക്കുക സത്യമേ അല്ല. എന്തുകൊണ്ട് ചെന്നെങ്കിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെയാണ് നമ്മളോട് രചിച്ച് ചെന്നുകൊണ്ടുള്ളത്. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരാൾ വന്ന് തെറ്റാണ്ടായ അവരുടെ ശിഫയാണ്. ഈ സദസ്സിൽ ഒരാൾ വന്ന് തെറ്റാണ്ടായ അവരുടെ മനസ്സിൽ അതൊരു സമാധാനമാണ്. എന്തുകൊണ്ട്? ചൊല്ല ആളെ നോക്കിയിട്ടല്ല, ചൊല്ല സബ്ജക്ട് നോക്കിയിട്ടാണ്. ആ സബ്ജക്ട് ഉഷാരില്ലാത്ത ഒരാള് നല്ല നെയ്യത്തുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ വെച്ചാണ്ടായെങ്കിൽ അവന്റെ ലോകം സുമറാവും. അത് ഏറ്റവും വലിയ കാരണമാണ്. അവർക്ക് നല്ല നെയ്യത്ത് വേണോ മാത്രം. കാരണം ഇതിനാട്ടി അപ്പുറത്ത് ഒരു സദസ്സില്ല. നീ ഏത് സദസ് സംഘടിപ്പിക്കുമ്പോൾ ഇതിനാട്ടി അപ്പുറത്ത് ഒരാൾ സംഘടിപ്പിക്കുമ്പോൾ ശക്തിയില്ല. എന്തുകൊണ്ട് ചെന്നെങ്കിൽ ഇത് അള്ളാഹുടെ അഷ്റഫുൽ മഖ്ലൂഖാത്തായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചൊല്ലുടെ സദസ്സാണ്. അപ്പൊ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചൊല്ലുടെ ലിഇദ്ഹാരി തഅദീമിഹി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കട്ടെ, തഅദീമാക്കട്ടെ, ഉന്നതമായ അന്തത്ത് എത്തുവാട്ടെ. അതോടുകൂടെ ലാഭമാർഗം ചെന്നെങ്കിൽ മൻ സല്ലല്ലാഹു അലൈഹി മർറതൻ സല്ലല്ലാഹു അലൈഹി അശറ. ഇതിന്റെ ലാഭം നോക്കുമ്പോൾ ഒരു സ്വലാത്ത് ഞാനിപ്പോ ചൊന്നുണ്ടായെങ്കിൽ അതിന്റെ ലാഭം നമുക്ക് 10 കിട്ടുന്നുണ്ടാകും. 10 ഇപ്പുറം കിട്ടിയോണ്ടുകൊണ്ടുപോകും. ഒരു സ്വലാത്ത് ഞാൻ ചെല്ലുമ്പോ പടച്ചോന്റെ മുട്ടത്തെ 10 റഹ്മത്ത് നമുക്ക് കിട്ടുന്നത്. അതിനാട്ടി വലിയ ലാഭം എന്താണ്? ഇങ്ങനെ ഒരു ലാഭം തന്നു ദുനിയാവുള്ള ഒരാൾക്ക് സാധ്യയില്ല. ₹1, ₹2, ₹3 യാറെ ഭയങ്കര എത്ര തരുവോ? പടച്ചോനാണ് തന്നോണ്ടുള്ള ഖസാഇനു സമാവാതി വൽ ആകാശഭൂമിയുടെ ഖജനാവുകളുള്ള റബ്ബ് ജല്ല ഒന്ന് നീ ചൊന്നെങ്കിൽ 10 പടച്ചോന്റെ മുട്ടത്തെ കിട്ടുന്നുണ്ടാകും. ഒരു വേറെ ഒരു സൃഷ്ടി തണ്ടെന്തല്ല, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന തണ്ടതുമല്ല, അള്ളാഹു ആണ് തന്നോണ്ടുള്ള 10 ഇപ്പറം കിട്ടുന്നത്. അതുകൊണ്ട് ഈ ലാഭം പഠിക്കലെത്ത ഒരാൾ എന്താക്കാൻ ചൊന്നെങ്കിൽ അവരുടെ നാവിൽ എപ്പോഴും സ്വലാത്ത് വന്നുകൊണ്ടേക്കരുത്. ഒരിക്കലും അനാവശ്യമായ വിഷയത്തിൽ നല്ല നാവ് ചെലവാക്കുകയും എത്ര വേണം സ്വലാത്ത് ചെല്ലാം. ഒരു സത്യവിശ്വാസിയായ ആൾ ചിന്തിക്കാണ്ടായെങ്കിൽ എനി ടൈം അവർക്ക് സ്വലാത്ത് യൂസാക്കാം. നിങ്ങളാൾ ഗൊത്താക്കുകയല്ല, ഗൊത്താവട്ടെ നമുക്ക് സ്വലാത്ത് ചെല്ലുള്ളൂ. നടന്ന പോകുമ്പോ സ്വലാത്ത് ചെല്ലാം, കിടക്കുമ്പോ സ്വലാത്ത് ചെല്ലാം, എവിടെയും സ്വലാത്ത് ചെല്ലാം, ഡ്രൈവിംഗ് ആക്കുമ്പോ സ്വലാത്ത് ചെല്ലാം, ഔത്തുൽ പെൻഡിങ് കിച്ചന്റെ സ്വലാക്കുമ്പോ സ്വലാത്ത് ചെല്ലാം. ധർമ്മത്തു ലാഭല്ലേ. കാരണം ഇതിനാട്ടി അപ്പുറത്തെ അമലില്ല. ചില സ്വഹാബത്തെല്ലാം ഞങ്ങളുടെ ലൈഫ് മൊത്തം സ്വലാത്ത് മീസലാക്കിയാർ. അങ്ങനത്തെ സ്വഹാബത്തുള്ള സ്വഹാബത്തിന്റെ ജീവിതം സ്വലാത്ത് മാത്രമാണ്. അങ്ങനത്തെ സ്വഹാബിമാരെല്ലാം ഉള്ള. അപ്പൊ ഞാൻ ചെന്നത് മൻ സല്ലല്ലാഹു അലൈഹി മർറതൻ സല്ലല്ലാഹു അലൈഹി അശറ. ഒരാൾ ഒരു സ്വലാത്ത് ചെല്ലുമ്പോ 10 സ്വലാത്ത് അല്ലാഹു ജല്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അദ്ദുറുൽ മംദൂദ് ചെല്ല ഒരു കിതാബും. ആ കിതാബുൽ മഹാൻ വിശദീകരിക്കുന്നത് അലാമത്തു അഹ്ലി സുന്നത്തി കസറത്തു സ്വലാത്തി അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചൊന്നത് സൈനുൽ ആബിദീൻ അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുടെ മോനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുടെ മോനും സയ്യിദുനാ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. ആ മഹാനാണ് വിശദീകരിക്കുന്നത് ഹുസൈനി തങ്ങമ്മാറ ബാപ്പ. അയാൾ ചൊന്നുകൊണ്ടുണ്ട് അലാമത്തു അഹ്ലി സുന്ന. അഹ്ലു സുന്നത്തിന്റെ അടയാളം എന്താണ്? വെറും സുന്നത്ത് ജമാഅത്ത് ആളും ചൊന്നു നടന്നയാവല. സുന്നത്ത് ജമാഅത്ത് ആൾ അടയാളം എന്തിനും ചൊന്നാൽ സുന്നത്ത് ജമ്മ എടുക്കണം. ഒരു സുന്നത്ത് എടുക്കാത്തവൻ സുന്നി ചൊന്ന് നടന്നിട്ട് കാര്യം ലേബൽ മാത്രം സുന്നിയായിട്ടിരിക്കൂ. അലാമത്തു അഹ്ലി സുന്ന. സുന്നത്ത് ജമാഅത്തും ചെല്ല മാത്രം സുന്നത്ത് നിസ്കരിക്കില്ല. സുന്നിയോ സുന്നത്ത് നിസ്കരിക്കുകയില്ല. ഫർദ് ഭാരി ഭംഗത്തിൽ റവാത്തിബ് നിസ്കാരമേ ഇല്ലാണ്ടായെങ്കിൽ
സുന്നത്ത് ജമാഅത്തിന്റെ അടയാളം അതല്ല. അപ്പൊ ഇക്കട്ടെ അലാമത്തു അഹ്ലി സുന്ന, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടയാളം കസറത്തു സ്വലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ചെമ്മ സ്വലാത്ത് ചെല്ലുക, ധാരാളം സ്വലാത്ത് ഒക്കെ ചെല്ലാണ്. അവനാണ് സുന്നി. അവൻ സുന്നി ചൊല്ലുന്നതിന്റെ അടയാളം. ഇത് പിന്നോക്കം ചൊല്ലുക സാധ്യയില്ല. കാരണം സ്വലാത്ത് ചെല്ലണം കഴിഞ്ഞ് മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നല്ല പെരുസവർ. ഇന്നലെ ഞാൻ ചൊന്നല്ലേ ജുമാഅത്തിൽ കപട വിശ്വാസിക മുനാഫിക്ക് മോമിനും ചൊന്നിട്ട് രണ്ട് വിഭാഗമുണ്ട്. മോമിനും ചെന്നെങ്കിൽ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടിയോണ്ടിക്കിടാം, ചൊന്നോണ്ടിക്കിടാം. മുനാഫിക്ക് ചെന്നെങ്കിൽ അങ്ങനല്ല. അവൻ ചെല്ലും പേടിയാണ്. അവൻ കപട വിശ്വാസി. അവൻ ചെല്ലില്ല. അവൻ അല്ല മാത്രമാണ് ചെല്ല. അതും വെറുതെ കാപ്പട്ടിയത്തിൽ അള്ളാഹോട് ചെല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ ചെല്ലവും ചെന്നെങ്കിൽ അവളത് ദഹിക്കില്ല. വൈദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി ലവ്വ റൂസഹും വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. ഖുർആൻ ചൊല്ല്, നീ അങ്ങോട്ടേക്ക് ഒന്ന് ചെന്ന് നോക്കുക. നിങ്ങൾ വരൂ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാഫിയെ കട്ട് നിങ്ങൾ വരൂ. അണ്ടത്തെ മുനാഫിഖീങ്ങൾ അന്ത്യനാൾ വരെ ഇങ്ങനെയാണ്. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുട്ടൊന്ന് വരൂ ചെന്നെങ്കിൽ ലവ്വ റൂസഹും തല തിരിച്ചിട്ട് കൊണ്ടാകുന്നു. വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. ഖുർആൻ ചൊല്ലുന്നു അങ്ങ് നല്ല പേര് കണ്ട അഹങ്കാരി കണ്ട ചൊല്ലുന്നുണ്ട്. എനിക്ക് ഇവരന്മാരാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുട്ട വരൂ ഒന്ന് മാഫിയെ കെട്ട് നിങ്ങൾക്ക് ചെന്ന് ആ വിഷയമേ ഞങ്ങൾക്ക് ആവില്ല. അത് അണ്ട് മുതൽ ഇണ്ട് വരെ നിങ്ങൾ കേൾക്കിടല്ലേ. നിങ്ങൾ പ്രൂഫുണ്ട കേൾക്കുമ്പോൾ ഭയങ്കരമാണോ ചോദ്യം കേൾക്കിടാൻ വിചാരിക്കും. പക്ഷെ അതല്ല, അവന്റെ കൽബിൽ സത്യവിശ്വാസം ഇല്ലാത്തത് കുറവാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചെല്ലുമ്പോൾ യാതൊരു വ്യക്തി പൂജാക്കിയ പോലെ അവിടെ ಹೋಗು, അതൊരു ദൈവമാക്കിയ പോലെ ಹೋಗು. സൃഷ്ടി എങ്ങനെ ദൈവമാക്കണേ കേൾക്കുന്നത് അതൊന്നും ദൈവാക്കലല്ല. പക്ഷെ അവന്റെ മനസ്സിൽ അങ്ങനെ തോന്നുക. അപ്പൊ ഞാൻ ചെന്നത് മുനാഫിഖീങ്ങളുടെ അടയാളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക നമുക്ക് സാധ്യമല്ല. സ്വലാത്ത് ചൊല്ലണമെങ്കിൽ കൽബിൽ നല്ല മഹബത്ത് വേണം. അതുകൊണ്ടാണ് അലാമത്തു അഹ്ലി സുന്ന വൽ ജമാഅ, അഹ്ലു സുന്നത്തിന്റെ അടയാളം കസറത്തു സ്വലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക. قال الإمام الشافعي رضي الله عنه, شافعي ഇമാം ചൊല്ലു, وأحب كثرة الصلاة على النبي صلى الله عليه وسلم في كل حال. എല്ലാ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുകയാണ്. ഷാഫി ഇമാമാ ചൊല്ലു. ഈ ലോകത്ത് ഇൽമു പഠിപ്പാട്ടി തന്ന ഷാഫി ഇമാം പുസ്തകത്തിൽ അത്രയും ബിസി ആളാണ്. അന്ത്യനാൾ വരെയുള്ള ആൾമാർ ഷാഫി ഇമാമുടെ ഇൽമു നോക്കിയിട്ടാണ് പഠിച്ചുകൊണ്ടുള്ളത്. ഞാൻ ഏത് മദ്ഹബുകാരനും തങ്ങളുടെ കേട്ടെങ്കിൽ നിങ്ങൾ ചൊല്ലുക ഷാഫി മദ്ഹബുകാരാണ്. ലക്ഷക്കണക്കിൽ ഹദീസ് മനപ്പാടാക്കിയ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു, ആ മഹാന്റെ പേര് നാസിറുസ് സുന്ന എന്നാണ്. സുന്നത്തിനെ സഹായിച്ച ആള്, ഹദീസിനെ സഹായിച്ച ആളെന്നാണ് സ്ഥാനപ്പേര്. അപ്പൊ അങ്ങനത്തെ ഷാഫി ഇമാമുകളുടെ എല്ലാ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ഇങ്ങനെ യാറെ ചൊല്ലണോ ചൊല്ല ഇഷ്ടം വിശേഷത. വഅന ഫീ യൗമിൽ ജുമുഅത്തി വലൈലതിഹാ അശദ്ദു ഇസ്തിഹ്ബാബൻ. വെള്ളിയാഴ്ച ജാവും വെള്ളിയാഴ്ച പോടും. വെള്ളിയാഴ്ച ജാവും വെള്ളിയാഴ്ച പോടും. മോമിനായ ആളെ പണിയെന്തിരിക്കുന്നെങ്കിൽ ഇഖ്താറു സ്വലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ചെന്ന സ്വലാത്ത് ചൊല്ലാം. അപ്പൊ ഈ വ്യാഴാഴ്ച വെള്ളിയാഴ്ച എല്ലാം ഫ്രീ ആക്കുന്നുണ്ടുള്ള അതൊക്കെയാണ്. വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഫ്രീ ആക്കുന്നുണ്ടുള്ള എന്തിയാണ്? പണ്ട് ഉമർദിയല്ലാഹു കൊടുത്ത റജയാണ്. വ്യാഴാഴ്ച വെള്ളിയാഴ്ച റജാക്കിന് എന്ത് ചെയ്യുന്നെങ്കിൽ അത് ഇബാദത്ത് വേനായിട്ട് റെഡിയാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുട്ടടുക്കും. അതിന്റെ അൽകഹഫ് സൂറത്തോട് പോകും. അൽകഹഫ് സൂറത്തോട് പഠിച്ചുകൊണ്ട് മുട്ടടുക്കും. സ്വലാത്ത് ചെല്ല വെള്ളിയാഴ്ച ജാവും. അന്ന് അണ്ടത്തെ സ്വലാത്തെ ഡയറക്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെളിവാക്കപ്പെടും. മലായിക്കത്ര വാസിത്തമേ വേണ്ട, മലായിക്കത്തെ വേണ്ടില്ല. നാനൊരു സ്വലാത്ത് വെള്ളിയാഴ്ച ചൊന്നെങ്കിൽ നേരെ മദീനത്ത് കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഡയറക്റ്റ് തോന്നാവും. ഇന്നാലിന്ന റായത്ത് ഇന്നാലിന്നാൾ അഡ്രസ് സഹിതം നക്ക് സ്വലാത്ത് ചൊന്നുകൊണ്ടു. എത്ര വലിയ നസീബാണ്. അപ്പൊ അണ്ട് ഒരു ധാരാളം സ്വലാത്ത് ചെല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, ലോകത്തെ ഏത് മൂലയിലുള്ള 6 നക്ക് സ്വലാത്ത് സലാം ചൊല്ലുന്ന നക്കത് കൊടുത്താവുള്ളൂ. ഫാറൂഖ് അലൈഹിസ്സലാം അയാളെ മേൽ ഞാൻ സലാം മടക്കിടാനാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു. അപ്പൊ വെള്ളിയാഴ്ച ജാവും വെള്ളിയാഴ്ച പോലും ചെമ്മ സ്വലാത്ത് ചൊല്ലണം. ചില ഇമാമിയങ്ങൾ ഷഹറാനി ഇമാമിന്റെ ജീവിതത്തിലുള്ള കണ്ട് വെള്ളിയാഴ്ച ജാവുടെ ഹയാത്താക്കിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ട് കേട്ടെങ്കിൽ ബിസ്വലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാർത്തയിൽ ഒരു ജാവ് ഫുള്ള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വലാത്ത് എത്ര വലിയ നസീബാണ്, സൗഭാഗ്യമാണ്. അയാളാണ് എത്ര മാവട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളത്. ദീർഘമാവുള്ളത് ഒരു മനുഷ്യൻ എത്ര കണ്ട് പണിയെടുക്കടാണ് മുട്ട കൊണ്ടാണ് അത്ര കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പറ മുട്ടാവും.
വലിയ റഹ്മത്തുള്ള ആളല്ലേ, ഞങ്ങളെ കാണ്ട് நீங்க அமலாக்குறோம், நல்ல பணியாக்குறோம். அது அல்லாஹ் காண்டு அவங்க ரசூல் ஸல்லல்லாஹு அலைஹி வஸல்லம் காண்டு നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന് റഹ്മത്താണ്. അപ്പൊ ഞാനിങ്ങനെ നല്ല നീയത്തിൽ കാണുന്നു ചൊല്ല ആസൽ ചെമ്മ സലാത്ത് ചെല്ലുമ്പോ എന്റെ കഷ്ടപ്പാടുകളെല്ലാം കാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ തെല്ലെടുക്കുമ്പോ ചെമ്മെടുക്കടി പറ. അപ്പൊ അതാണ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചെന്തു വെള്ളിയാസ ജാവും പോലും ചെമ്മ സ്വലാത്ത് ചൊല്ലത് ഞാൻ ജാസ്തി ഇഷ്ടപ്പെടുക, അത് ഭയങ്കരമായ സുന്നത്താണ്. അതുപോലെ ആ ജാവും പോലും സൂറത്തുൽ കഹ്ഫ് ഓതുന്നതും ഞാൻ ഇഷ്ടപ്പെടുക. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലി, ഇദാ അറാദ ബിഅബ്ദിഹി ഖൈറൻ യസ്സറ ലിസാനഹു ലിസ്സലാത്തി അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല കാര്യമായ ഒരു അടയാളം ഷാഫിഈ ഇമാം ചൊല്ലുന്നുണ്ട്. ഒരാൾ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചുള്ളത് അടയാളം എന്താണ്? ഒരാൾ പടച്ചോൻ ഖൈർ ഉദ്ദേശിച്ചിട്ടുള്ളത് അടയാളം എന്തിനും കേട്ടെങ്കിൽ അവൻ കുറെ സമ്പത്ത് കൊടുത്ത എന്നതല്ല, അല്ലെങ്കിൽ അവന് കുറെ ഇൽമു കൊടുത്ത എന്നതല്ല. അതിലൂടെ അവർക്ക് വമാറുണ്ടാവും, നാശം ഉണ്ടാവും. ഇൽമിലൂടെ നാശം ഉണ്ടാവും, സമ്പത്തിലൂടെ നാശം ഉണ്ടാവും. ഒരു മനുഷ്യർക്ക് ഖൈർ കിട്ടിയിട്ടുള്ളത് അടയാളം എന്തിരുന്നെങ്കിൽ അവന്റെ നാവ് സ്വലാത്ത് സുലഭം. എപ്പം നോക്കി അവർക്ക് ബച്ചലയില്ല സ്വലാത്തിലുള്ളൂ. ഈ സദസ്സിൽ നിന്നാണ് ഒരു 1000 വട്ടം നബി നബി ചെന്നവയായിരിക്കും സ്വല്ലല്ലാഹു അലൈഹി. ബച്ചൻ പണ്ടേ ഇല്ല. ഏത് 1000 വട്ടം ചോദിച്ചാൽ ആവത്തും തോന്നുന്നു. ഇനി 1000 വട്ടം അയാൾ മുഹമ്മദും ചോദിച്ചെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഒരു 1000 സ്വലാത്ത് ചൊല്ലാൻ തല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യരെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചതിൽ അടയാളം ഇത് മർക്കൂതിറ. ഒരു മനുഷ്യരെ കൊണ്ട് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൻ ചൊല്ലതിൽ അടയാളം ഷാഫിഈ ഇമാം ചൊല്ലു, അവന്റെ നാവ് സ്വലാത്ത് സുലഭാവും, ബച്ചലേ ഇല്ല. ഏത് സമയത്തും സ്വലാത്ത് എഞ്ഞ പോയെങ്കിൽ സ്വലാത്തവും മറക്കടേ ഇല്ല നോക്കുള്ള. എന്തേ ചൊന്നെങ്കിൽ അള്ളാഹുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ നെനപ്പാക്കി ഓണ്ടിക്കണേ. മുട്ടത്തെ ആളെ നെനപ്പാക്കുമ്പോ പഠിച്ചോടും തന്നെ നെനപ്പാവുള്ളൂ. ഞങ്ങളെ ഏറ്റവും പരമമായ ലക്ഷ്യം എന്താണ്? അള്ളാഹു ഒന്ന് തന്നെ നെനപ്പാവുള്ളൂ, അള്ളാഹു ഒന്ന് തന്നെ നോക്കണു. അള്ളാഹു തന്നെ നോക്കണുണ്ടായി അത്ര സുലഭയില്ല. നീ എന്താക്കണു എന്തുണ്ട, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുള്ള അയാളെ നീ പിടിക്കണു. അത് അന്ത ഇമാമിങ്ങൾ ചെന്നാൽ നിങ്ങൾ അള്ളാഹുടെ മുട്ട കടക്കുള്ള ഡോറാണ്. ഉദാഹരണം അപ്പുറത്തുള്ള ഒരാളെ മുട്ട പോലെ ഇതൊരു ഡോറാണ്. ഈ ഡോറിലൂടെ ഞാൻ പോണ്ടില്ല ചെന്ന പിന്നെ എങ്ങനെയാണ് ഞാൻ പോണ്ട്? വേറെ തെരുവയില്ല നക്ക് പോണുണ്ടായി ഈ ഡോർ മാത്രം. അതുകൊണ്ട് നീ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിക്കൊണ്ടുകൊണ്ട് അള്ളാഹു ചെന്നുകൊണ്ടുള്ള കസറത്തു സ്വലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ജന്ത് ഒരു മനുഷ്യരെ കൊണ്ട് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുള്ളത് അടയാളം അയാൾക്ക് അയാളെ നാവു സ്വലാത്ത് ഇങ്ങനെ ചെമ്മ ചൊല്ലകാവുള്ളൂ. ഈ സ്വലാത്തിലൂടെ ഏത് വലിയ ബലാവും മുസീബത്തും തടുക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുണ്ട്, മൻ സറഹു അൻ യൽഖല്ലാഹ വഹുവ അൻഹു റാദി ഫൽയുക്സിർ മിനസ് സ്വലാത്തി അലയ്യ. അല്ലാഹുവിന്റെ മുട്ട പോകുമ്പോ അള്ളാഹു നിന്റെ ഇഷ്ടപ്പെട്ട് ടിക്കണമെന്നുള്ള ആശ കൊണ്ടുണ്ടായെങ്കിൽ പരിഹാരം ഒന്നാണ്, തന്റെ മേൽ ചെമ്മ അവന് സ്വലാത്ത് ചെല്ലട്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലിൽ ആർക്ക് സ്വലാത്ത് ചെല്ലുക അവന്റെ ഒട്ടിಗೆ പഠിച്ചുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉബയ്യ് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചെല്ല പ്രസിദ്ധരായ സ്വഹാബി. ആ മഹാൻ ചൊല്ലു, നാണ് ചെമ്മ സ്വലാത്ത് ചെല്ല നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മേൽ എത്ര സ്വലാത്ത് ചൊല്ലണം? ഫകം അജ്അലു ലക മിൻ സ്വലാത്തി, എത്ര സ്വലാത്ത് ഞാൻ ചൊല്ലണം കണക്ക് ചൊല്ലൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, മാശീത, നിങ്ങൾക്ക് എത്ര വേണം ചൊല്ല, നിങ്ങൾ ഇഷ്ടമുള്ളത്. കുൽത്തു, ഞാൻ ചെന്ന റൂഹ് നിന്റെ നാലിലൊന്ന് ചെല്ലട്ട എന്ന് കേട്ടു. 4-1 സ്വലാത്ത് എത്ര ഉള്ളൂ? 24 ഗಂಟೆ 4-1 6 ಗಂಟೆ സ്വലാത്ത് ചെല്ലട്ട. ഒരു നാൾക്ക് 6 ಗಂಟೆ സ്വലാത്ത് ഞാൻ ചെല്ലട്ട. അപ്പൊ ജന്തുമാശീത്ത, എത്ര വേണമെങ്കിൽ ചെല്ല, അത് കണക്കില്ല. ഫൈൻസിത്ത ഫഹുവ ഖൈറുൽ ലക, കാരണം ഇത് ഖുർആൻ ചൊല്ലുന്ന സൽക്കർമ്മമാണ്. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, പൊതുവായ ഒരു സമ്മതമാണ്. സലാത്ത് ചൊല്ലൂ, സലാം ചൊല്ലൂ, എത്ര വേണമെങ്കിൽ ചെല്ലാം. അപ്പൊ ഞാൻ 4-1 ചെല്ലട്ട, ചെല്ല, യാറാക്കിയെങ്കിൽ നിങ്ങൾക്ക് അത് ഖൈറ്. അപ്പൊ ചൊല്ലു 3-2 ചെല്ലട്ട. 3-2 ചെല്ലുന്ന എത്ര ഉള്ളൂ? 24 ಗಂಟೆ 3-2 ചെല്ലുന്ന 16 ಗಂಟೆ ആവും. 16 ಗಂಟೆ സ്വലാത്ത് 6 ಗಂಟೆ ഒരു 10 16 ಗಂಟೆ അത്ര ചെല്ലട്ട. മാശീത്താൻ ഫൈൻസിത്ത ഫഹുവ ഖൈറുൽ ലക. ഇനി നിങ്ങൾ യാറാക്കിയ ലോസ് എന്തും ഇല്ല, ലോസ് കച്ചവടത്തും അല്ല, ഇത് ലാഭമേ. ഇത് ലാഭമേ, ഒരു പ്രയാസവും ഇല്ല, ഒരു ബേജാറും ഇല്ല. അപ്പൊ ജന്ത് അജ്അലു ലക സ്വലാത്തി കുല്ലഹ, അങ്ങനെ ഉണ്ടായെങ്കിൽ
നന്റെ ലൈഫുടെ എല്ലാ സമയവും ഞാൻ നിങ്ങളെ സ്വലാത്ത് വരായിട്ട് മീസലാക്കടേണ്ട് പ്രസിദ്ധരായ സ്വഹാബി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചെന്നോണ്ട് എത്ര വേണ്ടി ആഖിറത്തുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് എത്രയും പേടിക്കൊണ്ടില്ല ഒരു കച്ചവടാക്കുമ്പോ 1 ലക്ഷം ഇട്ടിട്ട് പിന്നെ 1 ലക്ഷം ഇടാണ്ടാവുള്ളൂ എന്നാലും ഭയങ്കര പേടിയുണ്ട് ഇങ്ങനെ പോണ്ടാ വന്നില്ല പിന്നെ ലാസ്റ്റ് ജർഞ്ഞിട്ട് പോണ്ട് ഇല്ലാണ്ടാവുള്ളൂ പക്ഷെ ഈ ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും വേസ്റ്റ് ആവില്ല ബാക്കിയുള്ള അമൽ പോലെയല്ല സ്വലാത്ത് ഇത് സ്വീകരിക്കുന്നത് സംശയമേ ഇല്ല ഇത് സ്വീകരിക്കുവാൻ ചെന്നിട്ട് ആ സംശയമാക്കണമെന്നില്ല ഞാൻ ഇത്ര സ്വലാത്ത് ചെയ്യുന്നതല്ലേ അത് സ്വീകരിക്കുക സംശയമാക്കണമെന്നില്ല അത് സ്വീകരിക്കുക ഉറപ്പാണ് അതെന്ത് ചെയ്യുന്നെങ്കിൽ അത് ഞങ്ങളെ മഹത്വമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമാണ് അപ്പൊ യാറാക്കിയത് അപ്പൊ ചെന്ന് നന്റെ ലൈഫ് മൊത്തം ഞാൻ സ്വലാത്ത് ചെല്ലേ അപ്പൊ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആൻസർ എന്തുകൊണ്ട് ഇദൻ തുഖ്ഫ ഹമ്മത് വയുഫൽ ലക ദംബു അങ്ങനെ ടൈമിൽ നിങ്ങളെ ടെൻഷൻ ഇല്ലാണ്ടാവുള്ളൂ ഏതെങ്കിലും ഒരാൾക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ അവന്റെ ആഖിറം ബച്ചാവാവണമെന്നുള്ള ഇഷ്ടം ഉണ്ടെങ്കിൽ ഫൽയുക്തിർ സ്വലാത്ത് അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ടി സ്വലാത്ത് യാറാക്കട്ടെ ഖബറിൽ രക്ഷപ്പെടണമെന്നുള്ള ആശ കൊണ്ടുണ്ടായെങ്കിൽ ഫൽയുക്തിർ സ്വലാത്ത് അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർശിലെ തണൽ വേണമെന്നുള്ള ഇഷ്ടം കൊണ്ടുണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ടി സ്വലാത്ത് ചെല്ലട്ടെ മഹ്ശറത്തിൽ എല്ലാവരും ഓടിയോണ്ടിരിക്കുമ്പോൾ ബച്ചാവാവണമെന്നുള്ള ഇഷ്ടം കൊണ്ടുണ്ടായെങ്കിൽ ഫൽയുക്തിർ സ്വലാത്ത് അലൻ നബി സല്ലല്ലാഹു എല്ലാത്തും ഒരേ മറന്ന് അതുപോലെ നാളെ ആഖിറത്തിൽ ഹൗദുൽ കൗസറിന്റെ മൊട്ട ധൈര്യ സമയത്ത് പോകണമെന്ന് ഇഷ്ടമുണ്ടാ ഫൽയുക്തിർ സ്വലാത്ത് അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് കിട്ടണമെന്നുള്ള ആശ ഉണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണ്ടി സ്വലാത്ത് ചെല്ലട്ടെ ഇതെല്ലാം ഇഷ്ടപ്പെടുന്നതായി നാളെ ആഖിറത്തിൽ സ്വർഗം ഉദ്ഘാടനാക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നക്ക് പോയി എത്തണമെന്നുള്ള ഇഷ്ടമുണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണ്ടി സ്വലാത്ത് ചെല്ലട്ടെ നാളെ മരിക്കുമ്പോ നക്ക് ഈമാനോടെ പുഞ്ചിരിച്ച് മരിക്കണമെന്നുള്ള ഇഷ്ടമുണ്ടാ ആ നിയ്യത്തിൽ സ്വലാത്ത് ചെല്ലട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് യാറാക്കട്ടെ ഔത്തുൽ പെണ്ണിങ് എല്ലാം അനാവശ്യം കൊണ്ടുമ്പോ വെറുതെ മൊബൈൽ ഞെക്കിക്കൊണ്ടിരിക്കുമ്പോ അപ്പപ്പോ ഉപദേശാക്കണോ ഇതെല്ലാം നിന്റെ നാശത്തിലാണ് എത്തുവാട്ടെ തെല്ല് സ്വലാത്ത് ചെല്ലു നിക്കും ചെല്ല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔത്തുൽ 1 ഗಂಟೆ നമ്മളെ പദ്ധതി 1 ഗಂಟೆ സ്വലാത്ത് ചെല്ല ഔത്തുൽ തെച്ചിട്ട് പെണ്ണുങ്ങളെ തെപ്പാട്ടിട്ട് മക്കളെ തെപ്പാട്ടിട്ട് ഒരു സദസ്സിൽ തെപ്പാട്ടിട്ട് 1 ഗಂಟೆ നാം ഞാൻ ഔത്തുലാക്കിയത് സ്വലാത്ത് എല്ലാരും ആ സദസ്സിൽ തെപ്പാട്ടിട്ട് 1 ഗಂಟೆ വേറെ സറയില്ല ഒരു അക്ഷരം കൊണ്ട് തീരാ ഫൽയുക്തിർ സ്വലാത്ത് അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് എന്ന് ചെല്ല മക്കൾക്ക് അത് ഹറാമു പെണ്ണിങ്ങൾ ഹറാമു ഈ സദസ്സിന്റെ ചാൽമാർ ഔത്തുൽ പോയിട്ട് ഏതെങ്കിലും കൊടുന്നാൽ റബിയുള്ള ഒരു തീരാട്ടി വന്നാൽ ഞങ്ങൾ ആ സദസ്സിൽ തെക്ക പെണ്ണുങ്ങളെ തെപ്പാട്ട മക്കളെ തെപ്പാട്ട എന്നിട്ട് 1 ഗಂಟೆ മൊബൈൽ 1 ഗಂಟೆ ഞാൻ ചെന്നത് എത്ര ഗಂಟೆ മേനങ്കാക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് ചെല്ല ലാഭമുള്ള കച്ചവടമാണ് ഇത് അപ്പൊ മരിക്കുമ്പോ ഈമാൻ വേണമുണ്ടായെങ്കിൽ സ്വലാത്ത് ചെല്ല ഇനി മോളുടെ മങ്ങിലാവണമുണ്ടായെങ്കിൽ സ്വലാത്ത് ചെല്ല പ്രിയപ്പെട്ട സഹോദരൻ ദുനിയാവുടെ വിഷയം ദുനിയാവുണ്ട് ആഖിറമുണ്ട് ഇത് സ്വഹാബിലൊട്ടി ചൊല്ല് നിങ്ങൾ സ്വലാത്ത് ചെന്നാറുണ്ടായെങ്കിൽ ലാഭം നിങ്ങളെ ടെൻഷൻ ഇല്ലാണ്ടാവുള്ളൂ നിങ്ങളെ ദോഷം കൊടുക്കപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആഖിറവും കിട്ടിയിട്ട് നിങ്ങൾക്ക് ദുനിയാവും കിട്ടിയിട്ട് നിങ്ങളെ കച്ചവടത്തിൽ ലാഭമുണ്ടായെങ്കിൽ ഫൽയുക്തിർ സ്വലാത്ത് അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നാലിന്ന കച്ചവടം കൊണ്ട് അതിൽ നല്ല ലാഭം കിട്ടണോ ദുനിയാവ് ഉദ്ദേശിക്കുക ഫൽയുക്തിർ സ്വലാത്ത് അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതേ വിഷയം നിങ്ങൾ എടുത്തു നോക്കിയാരെങ്കിലും പരിഹാരം അല്ലാഹു ചൊന്നത് സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ നിങ്ങൾ ചെമ്മ സ്വലാത്ത് ചെല്ലുള്ളൂ ചെമ്മ സലാം ചെല്ലുള്ളൂ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുള്ളൂ അപ്പോ സ്വലാത്തിലൂടെ ടെൻഷൻ ഇല്ലാണ്ടാവുള്ളൂ ദോഷങ്ങൾ കൊടുക്കപ്പെടുന്നത് ഖതീബ് ഒരു ഖുതുബ കഴിഞ്ഞിട്ട് തെക്കിട് രണ്ടാമത്തെ ഖുതുബത്തെ ഇടക്ക് 1-2 ഖുതുബത്തെ ഇടക്ക് ദ്വാരങ്ങൾ ഉത്തരവുണ്ടു ചെമ്മോട്ട് ഞാൻ ചൊല്ലുക അപ്പൊ നമുക്ക് ദ്വാർക്ക് ടൈമേ ആവില്ല കാരണം ഖതീബോട് അല്ലാഹു അക്ബർ ഖദർ മാത്രമാണ് തെക്കിട് ചെമ്മനാർ തെക്കുവാവില്ല ഇടക്ക് നല്ല ഒരാൾക്ക് കേട്ടിരുന്നുണ്ട് അവിടെ നിങ്ങൾ തെല്ല് തെക്കിടല്ലേ ചെമ്മനാർ തെക്ക് നമുക്ക് ചെമ്മ ദ്വാർക്ക് പോകല്ലേ അങ്ങനെ ചെമ്മനാർ തെക്കുവാവില്ല എന്തേ അവിടെ അയാൾ നല്ല നീയത്തിൽ കേട്ടിട്ട് അപ്പം ദ്വാരത്തിന് ഉത്തരം കിട്ടറല്ലേ അങ്ങനെ ഉത്തരം കിട്ടിയതുകൊണ്ട് അവിടെ 1/2 ഗಂಟೆ തെച്ചെങ്കാവാം തെക്കുവാവില്ലേ പക്ഷെ അവിടെ ദ്വാരത്തിന് ഉത്തരം കിട്ടത് എന്തൊരു ദ്വാർക്കിടും അപ്പൊ ദ്വാർക്കിടും ഞങ്ങൾക്കുള്ള എന്തൊരു ചൊല്ലേ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദി വഅലാ ആലി സയ്യിദിന ഇപ്പൊ ഏത് ചിന്തിക്കടാ ആഴ്ചനാക്കട ആളുകൾ ചിന്തിക്കുക എന്താ ഇത് ദ്വാരത്തിന് ഉത്തരം കിട്ടുന്നുണ്ട് പക്ഷെ ഞാൻ അവിടെ സ്വലാത്ത് ചൊല്ലി എന്തേത് അത് ഇതായിട്ടിരിക്കും കാരണം എന്തുകൊണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇന്നൊരു ദ്വാരത്തേക്ക് ഇപ്പൊ പുരുഷത്തില്ല ഏത് ദ്വാർക്കടെ ഞാൻ പ്രിപ്പയർ ആയിട്ട് വന്നിട്ടില്ല ഇന്നത് ദ്വാരക്കോട് തോന്നുന്നു അപ്പൊ നല്ല ദുആ വന്നേ അല്ലാഹുവിന്റെ ചൊല്ല് നീ നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചെയ്യണം അതിലൂടെ മനസ്സിലാക്കാം
ഞങ്ങളെ ദുനിയാവിടാട്ടി ആഖിറത്താട്ടി വലുതാകും കേട്ടെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി അല്ലെങ്കിൽ നല്ല കച്ചവടത്തെ വിഷയമല്ലേ ഞാൻ വിളിച്ചല്ലേ, നിന്റെ മോളിലെ വിഷയമല്ലേ, നിന്റെ ഔത്തര വിഷയമല്ലേ, അതെന്തും ഞാൻ കൊണ്ടുള്ളേ ഞാൻ ചൊല്ലേ ഫഖദ് ഫാസ ഫൗസൻ അദീമ ചൊല്ലുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ് എന്തിഹി ചൊല്ലുന്നെങ്കിൽ അതൊരു ബുദ്ധിವಂತಿಕೆയാണ്. എന്റെ സ്വലാത്ത് ചൊല്ലുന്നെങ്കിൽ തുഫ ഹമ്മ നിന്റെ ടെൻഷൻ ഇല്ലാണ്ടാവും അഥവാ ദുനിയാവും എല്ലാം എനിക്ക് കിട്ടും, ദോഷങ്ങൾ പൊറുക്കപ്പെടും. അപ്പൊ അവിടെ ആ ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ ആ 30 സെക്കൻഡ് കൊണ്ട് ദുനിയാവും എടുക്കുക, അവിടെ ആഖിറവും കിട്ടുക. അതുകൊണ്ടാണ് സ്വലാത്ത് ചൊല്ലുന്നത്. എത്ര വലിയ പവർ നോക്കൂ സ്വലാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത പവർ അത്രയും വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, ഒരാള് നിന്റെ മേലിൽ ചെമ്മ സ്വലാത്ത് ചെന്നാണ്ടായെങ്കിൽ അയാൾ മരിച്ചൽ പിന്നെ അയാൾക്ക് മാപ്പ് കേൾക്കുക എല്ലാ സൃഷ്ടികളൊട്ടി അള്ളാഹു ചെല്ലാണ്ടാണ്. മരിച്ചു പോയെങ്കിൽ മാത്രം മരിച്ചിട്ടുണ്ടായെങ്കിൽ ഞാൻ മരിച്ച് ഖബറിൽ കിടക്കുമ്പോ റബ്ബേ അയാൾക്ക് നീ മാഫ് കൊടുക്കുന്നു, കാരണം അയാൾ ചെമ്മ സ്വലാത്ത് ചൊന്നുകൊണ്ടിരുന്നിട്ട് എല്ലാ സൃഷ്ടിങ്ങ ചൊല്ലാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസ് നിന്റെ മേൽ നീ ചെമ്മ സ്വലാത്ത് ചൊല്ലൂ, കാരണം അത് ഖബറിൽ നല്ല വെളിച്ചാണ്, ഇരുട്ടുള്ള ഖബറിൽ നല്ല വെളിച്ചാണ്. ഖബർ വിശാലാക്കണം ചെന്നിട്ട് നിങ്ങൾ ദ്വാരക്കിടല്ലേ, ഖബർ പ്രകാശിപ്പിക്കണം ചെന്ന് ദ്വാരക്കിടല്ലേ. അത് പ്രകാശിപ്പിക്കുക സ്വയം കണ്ടെത്തുക പറ്റിയ മാർഗമാണ് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഖബറിൽ നല്ല വെളിച്ചമാണ്. വനൂറുൻ അല സിറാത്തി, സിറാത്ത് പാലത്ത് പോകുമ്പോ ചിമ്മാവുള്ള വെളിച്ചാണ്. വനൂറുൻ ഫിൽ ജന്ന, സ്വർഗത്തിലും വെളിച്ചാണ്. നിന്റെ മേൽ നീ ചെമ്മ സ്വലാത്ത് ചെന്നാറുണ്ടായെങ്കിൽ റബ്ബുടെ ദേഷ്യം ഇല്ലാണ്ടാവും. റബ്ബു ഞങ്ങളൊട്ടി അർസവന്നില്ല, ശൈത്താന്റെ ഞങ്ങളെ മുട്ട അടുക്കുകയാവില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ കൂടുതൽ ഭാര്യമാർ ആർക്ക് കിട്ടുകൊണ്ടുണ്ട അക്സറുക്കും സ്വലാത്തൻ അലയ്യ അക്സറുക്കും അസ്വാജൻ ഫിൽ ജന്ന. നിന്റെ മേൽ യാറെ സ്വലാത്ത് ആറ് ചൊല്ലാറാ നിങ്ങളെ ശരീരത്തും ലാഭാണ്, നിങ്ങളെ ആത്മാവും ലാഭാണ്. സ്വർഗത്ത് ഏറ്റവും കൂടുതൽ ഭാര്യമാർ ഹൂറുൽ ഐൻ ആർക്ക് കിട്ടുകയും ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ ചെമ്മ സ്വലാത്ത് ചൊന്നെങ്കിൽ താൽമാറുകയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു ഔലൻ നാസി ബി ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുക്കും അലയ്യ സ്വലാ. നാളെ അന്ത്യനാളിൽ നണ്ടൊട്ടി മുട്ട നിൽക്കുക ആർക്ക് ചാൻസ് കിട്ടുകൊണ്ടുണ്ട அதுக்கு ஒரே குவாலிஃபிகேஷன் மெய்யாவும் நண்ட மேல் அதாவது நண்ட துனியாவில் யார் நினைப்பாக்கியா சலாத்து சொன்னெങ്കിൽ முஹம்மது முஹம்மதுள்ள பேர் அதில் பின்னொரு லாபம் அல்லாஹ்வுடைய பேரும் பண்டு അള്ളാഹുടെ ഇല്ല സല്ലല്ലാഹു അലാ മുഹമ്മദ് ഫസ്റ്റ് അള്ളാഹു കണ്ട് അതിലൊട്ടിയെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി അള്ളാഹ് ചെന്ന ദിക്ർ ചെന്ന പോലെ അവള് മുഹമ്മദും ചെല്ല ദിക്ർ ചെന്ന പോലെ അവള് അള്ളാഹുടെ നെനപ്പാക്കിക്കൊണ്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നെനപ്പാക്കിക്കൊണ്ടു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് ചെന്നെങ്കിൽ സലാത്തായി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചെറിയ പദം സലാത്തുക ആയിരക്കണക്കിൽ പദങ്ങൾ എഴുതിയതാ. ഇമാം യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു കിതാബുണ്ട് സ്വലാത്തിനെ പറ്റി മാത്രം സഅദത്തുദ്ദാറൈൻ. അതിൽ സ്വലാത്തിനെ എത്രമാ പദങ്ങൾ വിശദീകരിക്കുന്നത്, സ്വലാത്തിലൂടെ ഉണ്ടായ അത്ഭുതങ്ങൾ വിശദീകരിക്കുന്നത്. സ്വലാത്തിനെ പറ്റി മാത്രം ചൊല്ലെങ്കിൽ വർഷഘട്ടലോ അയാൾ ചൊല്ലണം. കാരണം ഇത്രയും വർഷത്തിൽ 1400 വർഷത്തിൽ സ്വലാത്ത് കൊണ്ട് ഫലം അനുഭവിച്ചെങ്കിൽ ലക്ഷക്കണക്കിൽ ആൾമാരെ അനുഭവങ്ങൾ ചെല്ലത് സഅദത്തുദ്ദാറൈൻ. അതുപോലെ അസ്സലവാത്തുൽ അൽഫിയാൻ ചൊല്ലുന്ന കിതാബ് 1000 സ്വലാത്ത് ബഹുമാനപ്പെട്ട ഇമാം യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. യൂസുഫ് നബഹാനി ചൊല്ലുന്ന 100 വർഷത്തിന് മുമ്പ് വഫാത്തായി പോയ ഫലസ്തീനി പണ്ഡിതനാണ്. അയാളെ ഖബറുള്ളത് ബൈറൂത്തിലാണ്. ആ മഹാൻ ഏറ്റവും വലിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബ്ബാണ്. എത്രയോ കിതാബ് എഴുതിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് സ്വലാത്തിന്റെ പേര് അങ്ങനെ ചൊന്നിട്ട് അയാൾ ലാഭയിത്ത അയാൾ ഒരു കിതാബ് എഴുതിയ അൽ ബശായിറുൽ ഈമാനിയ ഫിൽ മുബശ്ശറാത്തിൽ മനാമിയ എന്ന് തോന്നുന്നു. അതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവ് കണ്ടതിനെ പറ്റി മാത്രം ഒരു കിതാബ്. ആര് കിനാവ് കണ്ടതൊന്നുമില്ല, ഏതോ ലോകത്തുള്ള ആൾമാർ കിനാവ് കണ്ടതല്ല, അയാൾ കണ്ടതിനെ പറ്റി, അയാളെ പെഞ്ഞായി കണ്ടതിനെ പറ്റി, അയാളെ മക്ക കണ്ടതിനെ പറ്റി, അയാളെ പെൺമക്ക കണ്ടതിനെ പറ്റി മാത്രം, അയാളെ കുടുംബക്കാർ അല്ല, അയാളെ പുരക്കാർ, അയാളെ ഔത്രന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൻ തോന്നുന്നു ഒരു കിതാബ് എഴുതി കൊണ്ടുപോകും. പ്രിയപ്പെട്ട സഹോദരന്മാർ, എന്തൊരു അത്ഭുതം! അതെല്ലാം വിശദീകരിക്കണമെങ്കിൽ ലോകത്ത് മരിക്കണോടത്തോളം ആയിസിന്നമയാവല അത്രയും പ്രവിശാലമാണ്. അപ്പൊ യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന ലോകമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം ഖിദ്മത്ത് എടുത്ത ആളാണ്. അതിലൂടെ നമുക്ക് ലാഭം കിട്ടിത്താ ഇല്ലേ, കിട്ടിത്തിട്ട് അനുഭവ സാക്ഷിയാണ്. കിതാബ് തന്നെ എഴുതി പോയിട്ടയാൾ. അപ്പൊ ഞാൻ ചൊന്നത് ബഹുമാനപ്പെട്ട ഇമാം യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു അതുപോലുള്ള ചെമ്മ ആൾമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടതിനെ പറ്റിയ കിതാബ് എഴുതിയാറ്.
ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുള്ള മറന്നെന്താണ് മുഞ്ഞാണ്ട് തങ്ങൾ ചെന്തല്ലേ ഞങ്ങളെ സ്വലാത്ത് മജ്ലിസിൽ ബഹുമാനപ്പെട്ട ഹസൻ സദ്ദാദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വട്ടാണ് സ്വപ്നം കണ്ട അയാൾ ഒരു കിതാബ് കണ്ടിട്ടുണ്ട്. അതിന്റെ പേര് കൈഫിയത്തുൽ ഉസൂൽ ലിറുയത്തി സയ്യിദിന റസൂൽ എന്ന പേരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുട്ട എത്തണുണ്ടായി എന്തെല്ലാം തെറും നോക്ക് വിശദീകരിക്കും. എന്നിട്ട് ഓരോ പദങ്ങൾ ചൊല്ലു. ഇത് പ്രയോഗമാക്കിയപ്പോൾ നക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ട് കുന്തു മുജറബ് എന്റെ അനുഭവമാണ് അയാൾ വിശദീകരിച്ചു. അപ്പൊ അങ്ങനെ ചെമ്മാൾമാരെല്ലാം കഞ്ഞു പോയിടാറ് ഞങ്ങൾ ഇത് ചൊല്ല മാത്രമാണ് ഞങ്ങൾക്ക് ഇത് അനുഭവിക്കുക ആയോണ്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് തൊട്ട് മുന്നോൽ കഴിഞ്ഞു പോയെങ്കിൽ ആൾമാർ ഇതെല്ലാം അനുഭവിച്ചാൽ തന്നെങ്കിൽ ദുനിയാവുടെ ഭ്രാന്തുകൾ അങ്കില്ലಂತ ദുനിയാവുടെ പ്രേമങ്ങളില്ലಂತ ദുനിയാവുടെ മുടക്കിടങ്കെത്ത കാര്യങ്ങൾ അങ്ങളെ മുട്ട വന്നിട്ടില്ലಂತ ഇന്ന് ഞങ്ങളെ ഏറ്റവും കൂടുതൽ മുടക്കുന്നത് ഞങ്ങളെ ഇബ്ലീസാണ്, മൊബൈലാണ്. ഈ മൊബൈൽ ഒരുത്തര കയ്യിൽ ഉണ്ടെങ്കിൽ ഇത് ചെല്ലോ സാധ്യയില്ല. ഇത് നമുക്ക് അനുഭവിക്കുക ആവും ചൊല്ലോ ഭാരി കഷ്ടമാണ്. കാരണം മൊബൈൽ അത്രയും വലിയ ഇബ്ലീസാണ്, അതിൽ ബണ്ടതേ ഭ്രാന്താണ്. ഇത് ഞാൻ ചൊല്ലാണ്ട് നിങ്ങൾക്ക് കൊന്തുള്ളെങ്കിൽ എത്ര വിഷയമാണ്. ഞാൻ ഒരാൾ ഒരു വലിയ ഉസ്താദർ വാഴ കേട്ട് അയാൾ ഔലിയാക്കന്മാർ ഇപ്പൊ ഉണ്ടാവുക കേട്ടക്ക് സംശയമുണ്ട്. അയാൾ എന്തേ കേട്ടക്ക് മൊബൈൽ ബന്ധല്ലേ ഈ മൊബൈൽ എന്റെ എല്ലാ ഏകാഗ്രതരെ എടുത്തുകൊണ്ടു അതിൽ ബണ്ടതേ ഇബ്ലീസിയൻ സിദ്ധാന്തങ്ങളാണ്. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ചൊല്ലുകയെ പറ്റുമല്ലാണ്ട് അനുഭവിക്കുക ആവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് കൊണ്ട് ഖൽബ് പ്രകാശിക്കുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു ഞങ്ങളെ പെടുത്തി തരുമാറാവട്ടെ. ഇബ്നുൽ ജൗസി അയാളെ ബുസ്താൻ ചൊല്ല കിതാബുൽ ചൊല്ല്. പിന്നെ ഒരു ഹദീസിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു സദസ്സിൽ കുറെ ആൾമാർ തെറ്റാറും പേരിക്കാം. തെറ്റിട്ട് അവിടെ എഞ്ചി പോകുമ്പോൾ ഒരു സ്വലാത്ത് പോലും അങ്ങ് ചെന്നില്ലാണ്ട് പേരിക്കാം. ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ട് അങ്ങ് എഞ്ചി പോകുമ്പോ സ്വലാത്ത് ചെല്ലാണ്ട് പോയാറുണ്ടായത് ആ സദസ്സിലെ നാറ്റങ്ങൾ എന്തുണ്ട്. അത് ഒരു കത്ത ചത്തെങ്കിൽ അതിലെ നാറ്റം എന്തായിട്ടിരിക്കും. അതിനാട്ടി അപ്പുറത്തെ നാറ്റമാണ് ആ മജ്‌ലിസുകളിലെ. അത് നമുക്ക് അനുഭവിക്കുക ആവാലെ. ഒരു സദസ്സിൽ കുറച്ച് ആൾമാർ തെച്ചിട്ട് പോകുമ്പോ അവിടെ ഒരു സ്വലാത്തും ചൊന്നില്ല, എഞ്ചി പോകുമ്പോൾ സ്വലാത്ത് ചൊന്നില്ലാണ്ടായെങ്കിൽ ആ സദസ്സ് നാറുണ്ടാണ്. അത് അനുഭവിക്കുന്ന ആൾമാരുള്ളതാണ്. അവിടെ പോകുമ്പോൾ നമുക്ക് നാറും, ഭയങ്കര നാറ്റമാണ്. കത്തര നാറ്റം എത്രയാണോ അതിനാട്ടി അപ്പുറം ആ സദസ്സ് നാറുണ്ടാണ്. ഇത് അനുഭവിച്ച ആൾമാരുള്ള ഒരാൾ ഉള്ളിടത്തുണ്ടായെങ്കിൽ ഉള്ളിലൂടെ തന്നിങ്ങനെ പോകുമ്പോ കുറ്റങ്ങൾ ഇഞ്ഞു പോകൊണ്ടാണ്. കുറ്റങ്ങൾ തപ്പ് ഇഞ്ഞു പോകൊണ്ടുകൊണ്ട് അത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. അപ്പൊ അങ്ങനെ ഉണ്ടാകേട്ടെങ്കിൽ അങ്ങനെ ഉണ്ടു. അത് കണ്ടാൽമാരുണ്ടാകേട്ടെ കണ്ടാൽമാരുണ്ടു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ആൾമാർ ഉടുക്കണമെങ്കിൽ ഔദരമുട്ടെല്ലാം പോയെങ്കിൽ അയാൾ ഗൊന്തൗടുള്ള അത് കട്ട പിടിച്ച് കണ്ടിട്ട് ഞങ്ങൾ കാണാതെ. അബൂ ഹനീഫയുടെ അനുഭവമാണ്. കട്ട പിടിച്ചിട്ട് കാണുള്ളൂ. ഇങ്ങനെ എന്തിരെ അത് വ്യഭിചരിച്ചിട്ട് വന്നൊരവസ്ഥ. ആരാണ് വ്യഭിചരിച്ചിട്ട് ഗൊന്തൗട് ഓർത്ത പിന്നെ വേറെന്തോ ബഡ്ഡി നിന്നിട്ട് വന്നറാ. അത് എവിടെ ഗൊന്തൗടും അവിടെ ഉടുവെടുത്ത തണ്ണിൽ ഗൊന്തൗടുണ്ട്. അബൂ ഹനീഫ ഇമാം റഹ്മത്തുള്ളാഹി വല്ലാത്തൊരു കറാമത്താണ് ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അതുപോലെ ഇമാം ഷഅറാനി റളിയല്ലാഹുവിന്റെ ശൈഖുണ്ട് അലിയുൽ ഖവാസ് എന്ന് റളിയല്ലാഹു അൻഹു. അലിയുൽ ഖവാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ കണ്ടുകൊണ്ടിരുന്ന കേട്ട മഹാൻ. അയാൾക്ക് ഉളോടെ തണ്ണി നോക്കിയെങ്കിൽ ഇന്ന തെറ്റിന് കൊടുത്തായോണ്ടിരുന്നത്. അതൊക്കെ നന്റെ ഒരു നാൾ വിളിച്ചിട്ട് ഷഅറാനി ഇമാം തോന്നുന്നു നന്റെ വിളിച്ചിട്ട് ശിഷ്യരെ കാട്ടിത്തന്നു നോക്കുമ്പോ നക്ക് കണ്ടെത്ത് ശൈഖിയുടെ ബർക്കത്ത് കൊണ്ട് നക്ക് കണ്ടെത്ത് ഈ തണ്ണിൽ അഞ്ഞഞ്ഞ കട്ട പിടിച്ചിട്ടുണ്ടോ. അവിടെ ഷഅറാനി ഇമാം തോന്നുന്നത് പലക്കൊണ്ട് നാണ് കണ്ടതിൽ ഏറ്റവും നാറിയത് ഏറ്റവും മോശമായ തെറ്റായിട്ട് ഞാൻ കണ്ടത് എന്തിനെ കൊണ്ടുണ്ട സവർഗഭോഗമാണ്. ആണ് ബന്ധപ്പെടുന്നെങ്കിലത്തെ ഭോഗമുണ്ടല്ലേ ആ തെറ്റാക്കി വന്നവന്റെ തെറ്റ് അത് വളരെ മോശമാണ്, വളരെ നാറിയതാണ്. അത് നന്റെ കുത്ത് അനുഭവത്തിൽ നിനക്ക് കാട്ടിത്തന്ന് തോന്നുന്നു. രണ്ടാമത് ആൾമാരെ തമാശാക്കടല്ല ഇൻസൾട്ട് ആക്കിയതുകൊണ്ടത് ഏറ്റവും വലിയ തെറ്റായിട്ട് നക്കണ്ട അവരുടെ വ്യഭിചാരത്തായിട്ട് വലിയ തെറ്റായിട്ട് നക്കിത് കാട്ടിക്കൊണ്ടുകൊണ്ട് ഷഅറാനി ഇമാം ചൊല്ലുണ്ടായെങ്കിൽ ആൾമാരെ തമാശാക്കടെ ഗീബത്ത് നമീമത്ത് ചൊല്ലതരെ ആ ഒരു നാറ്റവും അതിലെ തപ്പു വളരെ വലുതുണ്ടാണ്. ഈ തണ്ണി നോക്കിയിട്ടങ്ങ് ചെല്ലാറ് അനുഭവമാണ്. ഷഅറാനി ഇമാം ചൊല്ലു ഈ അനുഭവത്തെ നിഷേധിക്കോ സാധ്യ പുതു അനുഭവം. അപ്പൊ ഇങ്ങനെ അനുഭവിച്ചെങ്കിൽ ആൾമാരുള്ളാറ്. അപ്പൊ അങ്ങ് ഒരു സദസ്സിൽ വന്നിട്ടാകുമ്പോ ഗൊന്താവൂ ഇത് നാറിയോണ്ട് കത്തരാട്ടി കൂടുതൽ നാറ് എന്റെ ചൊന്നെങ്കിൽ അവിടെ നാലാൾമാർ തെച്ചിട്ട് ബടായി വിട്ടു പോയാറ് ഒരു സ്വലാത്ത് അങ്ങ് ചൊന്നില്ല. അതുകൊണ്ട് ആ സദസ്സ് വളരെ നാറിയതാണ്.
ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹി അയാളെ പുസ്തകം ചൊല്ലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലിൽ സ്വലാത്ത് ചൊല്ലാത്തൻകെത്ത മജ്ലിസ് ഇത്രയും നാറ്റം കൊണ്ടുണ്ടായെങ്കിൽ സ്വലാത്ത് ചൊല്ല മജ്ലിസോ ಅದರ ಬಗ್ಗೆ ചൊല്ലും അത് അൻ അത്യബ മിൻ ഖസാനത്തിൽ അത്വാർ ഒരു സെന്റ് കച്ചവടക്കാരന്റെ ഖജനാവിടെ മുട്ട പോയെങ്കിൽ എന്തൊരു മണായിപ്പിക്കും. ആ മണത്താട്ടി സുഗന്ധമാണ് മജ്ലിസു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദസ്സ് പോയെങ്കിൽ അങ്ങനത്തെ ഒരു മണമാണ്, വല്ലാത്ത മണം. അത്തർ കച്ചവടക്കാരന്റെ മുട്ട പോയി ഒരു അത്തർ രണ്ട് അത്തർ മണക്കളല്ല. അതുകൊണ്ട് ആ ഗോഡൗണിൽ പോയെങ്കിൽ എന്തൊരു മണായിപ്പിക്കും. ആ മണം എന്നൊക്കെ അത് വിശദീകരിക്കുക സാധ്യയില്ല. ആ മണത്തെ സെന്റ് താറ്റുന്ന സെന്റ് തറവ് സാധ്യയിക്കാണ്. കാരണം എല്ലാ മണവും സമ്മേളിച്ചിട്ടുള്ള ഒരു മണാണ്. മദീനത്തൊരു അങ്ങടിയിൽ ഞാൻ പോയ യമനി ആളാണ്. അയാൾ അങ്ങടി പോയിട്ട് ആ പൊക്കുമ്പോ ഒരു മണം വന്ന് ഭയങ്കരമാണ്. ഞാൻ അവളോട് ചെന്ന് ഈ സെന്റ് തരണോ, ഈ സെന്റ് തരണം, ഇന്നാലിന്ന് സെന്റ് അല്ല. അപ്പൊ അയാൾ ചൊല്ലി ഏത് സെന്റ്, ഈ സെന്റ് ചൊല്ലുന്നെങ്കിൽ ഈ ഒരു എല്ലാം കൂടിയ ഒരു സമ്മേളിച്ചൊരു മണം ഉണ്ടല്ലേ, ഈ മണമുള്ളെങ്കിലത്തെ സെന്റ് തറന്ന് ചെല്ലുമ്പോ അയാൾക്ക് തലവെച്ചേറ്റ് ആ സെന്റ് തറവ് സാധ്യയില്ല. അത് ഈ ഖസാനത്തെ മണാണ്. എന്തൊരു മണം, അൽഹംദുലില്ലാഹ്. ആ മണം ഇപ്പൊ നിനക്ക് മറ്റ പോലെ ആയതുകൊണ്ടു ആ സെന്റ് പിന്നെ കിട്ടിയിട്ടില്ല. എന്റെ അവന്റെ അക്കടിയിലുള്ളത് ഏറ്റവും മുന്തിയ സുഗന്ധങ്ങളാണ്. ആ സുഗന്ധങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയപ്പോ ആ ഖസാനത്തെ ബണ്ട ഒരു സ്മെല്ലുണ്ടല്ലേ, അത് വല്ലാത്തൊരു സ്മെല്ലാണ്. അപ്പൊ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലുള്ള സ്വലാത്ത് ചൊല്ലിട്ട് പോയ ഒരു മജ്ലിസിൽ പോയിട്ടുണ്ടായെങ്കിൽ ഈ മജ്ലിസ് അത്രയും വലിയ പവറാണ്. അതാ വിശ്വാസം വേണമെന്നല്ല, ഈമാൻ ഉണ്ടായെങ്കിൽ ഇത് ചൊല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലിൽ സ്വലാത്ത് ചൊല്ലെങ്കെത്ത മജ്ലിസ് ലോകത്ത് അത്ഭുതകരമായ മജ്ലിസാണ്. ഞങ്ങൾ രായത്ത് സ്വലാത്ര മജ്ലിസ് നടക്കലല്ലേ, എത്ര ആളിക്കറുണ്ട് അങ്ങനെ ഒന്ന് കണക്കാക്കിയിരുന്നു പോകും. നബി സല്ലല്ലാഹു ഇങ്ങനത്തെ ഒരു മജ്ലിസ് ഇല്ലാണ്ടാ ചെന്നോണ്ടുള്ളേ, ഇങ്ങനത്തെ ഒരു സദസ്സ് ലോകത്ത് ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലിൽ സ്വലാത്ത് ചൊല്ലെങ്കെത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചൊല്ലെങ്കെത്ത സദസ്സിനെ പോലത്തെ ഒരു സദസ്സ് ലോകത്ത് എവിടെയും ഇല്ല. അങ്ങനത്തെ സദസ്സുകാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഒരു അരഗണ്ട ഞാൻ തെറ്റാണ്ടായെങ്കിൽ നക്കൊരു ആത്മീയമായ വെളിച്ചം കിട്ടു, അള്ളാഹുടെ സ്നേഹം കിട്ടു. അതിലൂടെ ഞാൻ ഒരു കാര്യത്തിൽ പോയാണ്ടായെങ്കിൽ സക്സസ് ആവുള്ളൂ. ബുദ്ധിവന്ത ആൾമാർ ഇതാക്കിടാറ്. കാരണം ഇത് ചൊന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടാണ് ഒരാൾ ചൊല്ലുന്നത് ഞാൻ സ്വലാത്ര മജ്ലിസ് അങ്ങടി ബായിൽ ബന്ധാക്കിയിട്ട് വന്നേന്ന് ചെന്നിട്ടാകുമ്പോ ഞാൻ ചൊന്ന നിങ്ങൾ നഷ്ടക്കച്ചവടമല്ല ആക്കിയുള്ള ലാഭക്കച്ചവടമാണ് ആക്കിയോണ്ടുള്ളത്. എന്തേ അങ്ങടി ബായിൽ ബന്ധാക്കിയത് കൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടം വരില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ബന്ധാക്കിയത്? അത് ഇക്റാമല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ചിട്ടാണ് ഞാൻ ബന്ധാക്കിയത്. വെള്ളിയാഴ്ച ഞാൻ ഡ്യൂട്ടി കൊണ്ടുള്ള എന്തേ അത് വെള്ളിയാഴ്ചല്ലേ ഉണ്ട് അയാൾ തോന്നുകൊണ്ടുള്ള എങ്കിൽ അയാൾ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടും. അയാളെ ലൈഫിൽ അതിനാട്ടി വലിയ സമൃദ്ധി വേറെയിക്കാല. ഇത് നന്റെ അർജന്റിൽ ജുമാ തീരുമ്പോ ലാസ്റ്റ് ഞാൻ ബന്ധാണ്ടായി പഠിത്തുകൊണ്ട് നന്റെ കാണുമ്പോ ഒരു വെറുപ്പാണ്. എന്ത് ബിസി ആയിട്ട് അടുത്ത സെക്കൻഡിൽ അങ്ങ് മരിച്ചു പോയാണ്ടായെങ്കിൽ എന്ത് ബിസി, വെറുതെ ബിസി എന്തും ഇല്ല, ബിസി ഉണ്ടാക്കരുത്. അങ്ങനെ ബിസി ഉള്ള ആൾമാർ ലോകത്താറുമില്ല. വെറുതെ ഞാൻ ആക്കിയുള്ള ഞാൻ ചൊന്നല്ലേ അങ്ങനത്തെ ബിസി ഉള്ളവൻ അടുത്ത സെക്കൻഡിൽ മരിച്ചു പോയാണ്ടായെങ്കിൽ ഏതൊരു ആൾമാർക്ക് വേനായിട്ടാണോ ഈ ബിസി ഒന്ന് കാട്ടിയേ, പെഞ്ഞായിക്ക് വേനായി, മക്കൾക്ക് വേനായി. ആ പെഞ്ഞായി നിന്റെ സഹായത്ത് കണ്ടില്ല, ആ മക്ക കണ്ടില്ല, നന്റെ ബച്ചാവാക്കമായത് ഞാൻ മാത്രമാണ്. മരിച്ച ഉടനെ തീരുമാനാക്കിടാറ് നമുക്ക് അത്ര സ്വത്തുണ്ടു, ഈ അക്കൗണ്ടിൽ ഇത്ര ഉണ്ട്, എല്ലാ അക്കൗണ്ട് ചെക്കാക്കോ ഭർത്താവിടാറ്. എന്തേ അബ്ബടെ സ്വത്ത് ഓതിയാക്കൂ, മാപ്പിളയുടെ സ്വത്ത് ഓതിയാക്കൂ. മാപ്പിളയുടെ സീക്ക് വന്നെങ്കിൽ മരിക്കട്ടും ചൊന്ന് ദ്വാരക്കട പെഞ്ഞായിമാറാണ്. പെഞ്ഞായിക്ക് സീക്ക് വന്നെങ്കിൽ ഒരിക്കൽ മരിക്കട്ടും ചൊന്ന് ദ്വാരക്കട മാപ്പിളമാറാണ്. പ്രിയപ്പെട്ട സഹോദരന്മാർ, അതുകൊണ്ട് ഒരു സ്നേഹവും ശാശ്വതമല്ല, ഒരു പ്രേമവും ശാശ്വതമല്ല. ശാശ്വതമായ സ്നേഹം മഹബ്ബത്തുല്ലാഹി വ മഹബ്ബത്തു റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി അതുക്കവനായിട്ടാണ് അധ്വാനിക്കുന്നത്. പക്ഷേ ഞങ്ങൾ അൽച്ചനാക്കില്ല. അപ്പൊ വെള്ളിയാഴ്ച ഒരാൾ റജാക്കിത്ത്. എന്തേ റജാക്കിയത്? അത് ഇക്റാമന്റെ യൗമുൽ ജുമുഅ, യൗമുൽ ജുമുഅത്തെ ആദരിച്ചിട്ടാണ് ഞാൻ റജാക്കി. യൗമുൽ ജുമുഅ ചൊന്നെങ്കിൽ എന്ത് അത് പെരുന്നാളാണ്, ഒരു ആഴ്ചയുടെ പെരുന്നാളാണ്. പെരുന്നാളിലുണ്ട് ഞാൻ ഡ്യൂട്ടി കൊണ്ടുവരുന്നത് വലിയ മുസീബത്തല്ലേ. പെരുന്നാളിൻ്റെ എക്സാം ഉണ്ട് ചില മക്കളല്ല, ഞങ്ങളുടെ ഡിഗ്രി എക്സാം എപ്പോൾ വേണ്ടേണ്ടുള്ള പെരുന്നാളിലുണ്ട് ചിലപ്പോൾ എക്സാം ഉണ്ട്. വല്ലാത്തൊരു പ്രയാസമല്ല പെരുന്നാളിലുണ്ട് പരീക്ഷ എന്തോ പോകണേ. അപ്പൊ അവനിക്ക് വലിയ ടെൻഷൻ ആവുడు, ബേജാറാവുడు. എന്തൊരു എക്സാമേ ഇല്ലാണ്ടായിരങ്കാവത്ത്. കാരണം വർഷத்துக்கு ഒരു 2 പെരുന്നാൾ വേണ്ടേ. ആ പെരുന്നാളിലുണ്ട് നമുക്ക് പുരുഷത്ത് ഇല്ലാണ്ടായെങ്കിൽ ഒരുത്ത പെരുന്നാളിലുണ്ടും ഡ്യൂട്ടിക്ക് കൊണ്ടാണ്ടായി നീ അവന്റെ എന്തിനു ചൊല്ലാറ്? എന്ത് മനസ്സഭാവോ നസീബ് കെട്ട മനസ്സാണ്ടല്ലേ ചൊല്ലേ. ഇത് ആഴ്ചൽ ബണ്ടെങ്കെത്ത പെരുന്നാളാണ്. ആ പെരുന്നാളിലുണ്ട് റജ ഞാൻ ആക്കിയാണ്ടായെങ്കിൽ അത് നക്ക് യാറ കിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതുപോലെ അള്ളാഹുവിനെ ആദരിച്ചിട്ടാണ് ഞാൻ അതൊക്കെയുണ്ടൂടെ. അപ്പൊ ഇക്കട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലിൽ സ്വലാത്ത് ഒരു സദസ്സിൽ ഞാൻ ചൊന്നാണ്ടായെങ്കിൽ അവിടെ നല്ല സുഗന്ധത്തെ മണം പണ്ട് അത് 7 ആകാശത്തെ കീറിപ്പോണ്ട് അർശ് എത്തുന്നുണ്ട്. അത് നോക്കുള്ളൂ
ഈ സദസ്സിൽ നല്ല മണമുണ്ട്. കാരണം ഇതിൽ നമുക്ക് വേറെ നീയത്തേ ഇല്ല. ആൾമാർ കാണുകൊണ്ടുള്ള നീയത്ത്, അല്ലെങ്കിൽ കുറെ ആൾമാർ പൈസ തരണോണ്ടുള്ള നീയത്ത്. ആർക്കാണ് പൈസ തരവ് സാധ്യ? ലോകത്തൊരു കോടീശ്വരനും കൂടെ ഞങ്ങൾ തെച്ചയ്ക്ക് കൂടെ ചൊന്നതിക്ക് പൈസ തരവ് സാധ്യമേ അല്ല. അങ്ങനെ ഒരു പൈസത്തെ ആശയിൽ ഞങ്ങൾ ഇത് ചൊന്നാണ്ടായെങ്കിൽ അതിന്റെ ബർക്കത്ത് ആ സെക്കൻഡിലങ്ങ് ഒതുക്കിപ്പോണ്ടു. ഒരാൾക്കും സാധ്യമല്ല പൈസ തരണു പോകും. അപ്പൊ നല്ല നീയത്തിലാണ് ഞങ്ങൾ ഇതോടെ ചൊന്നുകൊണ്ടുള്ള എങ്കിൽ ഈ സദസ്സിൽ നിന്ന് നല്ല സുഗന്ധം പോയോണ്ടുണ്ട്. എവിടെ 7 ആകാശവും കഴിഞ്ഞിട്ട് അർശുരമുട്ടാതെ എത്തത് അങ്ങനത്തെ സദസ്സിലാണ് നിറച്ചിട്ട് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. എന്നിട്ട് എല്ലാ ആൾമാർക്കും അതിന് മണമെത്തത് ഗൈറൽ ഇൻസി വൽ ജിൻ. ഇൻസുകും ജിന്നുകും എത്തില്ലാണ്ട ഇല്ല നമുക്ക് എത്തുന്നില്ലേ? ഇൻസുകും ജിന്നുകും എത്തത് മൂക്കുള്ള എല്ലാ ആൾമാർക്കും എത്തണമെന്നില്ല. അതാ ചൊല്ലേ ഇൻസുക എത്തില്ല കൊന്തവിടെ ജിന്നുകും അതെത്തില്ല. ഒരു മയ്യത്തിന് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ജനാസ കൊണ്ടുപോകുമ്പോ നല്ല മയ്യത്ത് ഉണ്ടായെന്ന് ചൊല്ലൂല. കദ്ദിമൂനി ചൊല്ലു. എന്റെ വേഗം പോകൂ, ജനാസത്തെ വേഗ ആക്കണുണ്ടാ ചൊല്ലു. അർജന്റ് ആക്കിയിട്ട് എടുക്കണു. ചെമ്മ ഏതായാലും മരിച്ചിട്ടായിട്ടല്ല ഇനി കബൂറിയെ കൊണ്ടുപോണേ, അയാൾക്ക് ഖൈറതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആ മയ്യത്ത് നല്ലതുണ്ടാ എന്റെ ചൊല്ലു കദ്ദിമൂനി, നന്റെ വേഗ കൊണ്ടുപോയി എത്ര ഇവിടെ വെക്കിടാറ് നിങ്ങളെ ദുനിയാവുള്ളൂ. അപ്പൊ അത് ഞാൻ കേൾക്കില്ല. അതാ ചൊല്ല ഇൻസ് കേൾക്കില്ല, മനുഷ്യക്ക് കേൾക്കില്ല, അല്ലാത്ത എല്ലാ ആൾമാരും കേൾക്കിട് കദ്ദിമൂനി ചൊല്ലു. വെടക്കുണ്ടായെങ്കിൽ എവിടെ നിങ്ങൾ എന്റെ കൊമ്പോയോണ്ടുള്ളാറുണ്ടാണ് ചൊന്നുള്ളൂ. അപ്പൊ ഒരു നല്ല മയ്യത്തുണ്ടായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുത്ത് വേഗം കൊമ്പോകും. കാരണം കൂടെ വെക്കണ്ട, അയാളെ സുഖത്ത് അയാളെ എത്തട്ട്. കാരണം കബറിൽ വെക്കലോട് കൂടെ റൗളത്തുൽ മിൻ റിയാദിൽ ജന്ന അല്ല, കബർ സ്വർഗ്ഗത്തോപ്പാണ്. അതുകൊണ്ട് സുഖം അനുഭവിക്കട്ട്. ഷർറുണ്ടായെങ്കിൽ ഈ ഷർറുടെ എത്ര നേരം കുഞ്ചിൽ വെച്ച് തേക്കാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വേഗ കൊമ്പോയിട്ട് മൂടുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാലിഹീങ്ങളായ മയ്യിത്തുകളിൽ ഞങ്ങൾ അല്ലാഹു കൊടുത്തി തെരുമാറാവട്ടെ. അപ്പൊ ഇവിടെ ചെല്ലത് ഒരാൾ നല്ല സ്വലാത്ത് ചെല്ലുമ്പോ ആ സ്വലാത്തിലൂടെ ബണ്ടങ്കത്തെ മണം സുഗന്ധം അത് 7 ആകാശത്തെ കീറിയിട്ട് അതങ്ങ് അർശ് വരെ എത്തുന്ന ഇമാമിയങ്ങൾ പഠിപ്പാട്ടാറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സറ ബർക്കത്ത് കൊണ്ട് ജീവിതത്തെ അവസാനം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ ഈ സദസ്സ് നീ ഖബൂലാക്കണം റഹ്മാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബ് നീ നന്നാക്കണം റഹ്മാനെ. നമ്മുടെ നാവ് സ്വലാത്ത് കൊണ്ട് നീ ഹയാത്താക്കണം റഹ്മാൻ. നമ്മുടെ ഖൽബ് നീ ഹയാത്താക്കണം റഹ്മാൻ. ഈമാനും ഇൽമും മഅരിഫത്തും തഖ്വയും ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാൻ. നീ ഇഷ്ടപ്പെട്ട നിന്റെ സ്വാലിഹീങ്ങളായ ഇബാദത്തുകളിൽ പെടുത്തി തരണം റഹ്മാൻ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ സദസ്സ് നീ ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കണം റഹ്മാൻ. ഇതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണം റഹ്മാൻ. ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണം റഹ്മാനെ. സ്വാലിഹീങ്ങളാക്കണം റഹ്മാൻ. നല്ല ചിന്ത അവർക്ക് കൊടുക്കണം റഹ്മാൻ. ഹറാമുകളിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഈ സ്വലാത്തിന്റെ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പലവട്ടം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം റഹ്മാൻ. അവിടുത്തെ മുഖം കാണാനുള്ള സൗഭാഗ്യം നൽകണം റഹ്മാൻ. നാം ഈ പറഞ്ഞ സുഗന്ധങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാൻ. അവസാനം ഈമാനോടെ ഞങ്ങളെ നീ മരിപ്പിക്കണം റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. امين برحمتك يا ارحم الراحمين. وصلى الله وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم